4235 വോട്ട് ലീഡിന് ആര്യടൻ ഷൗക്കത്ത് നിൽക്കുമ്പോൾ പോലും UDF പ്രതീക്ഷിച്ച ഒരു ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും UDF ശക്തി കേന്ദ്രങ്ങളായ വഴിക്കടവ്, അതുപോലെ വഴിക്കടവ് പോലുള്ള പഞ്ചായത്തുകളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അത് അൻവർ അവിടെ ഉണ്ടാക്കിയ ഡാമേജ്, അൻവർ UDF ഉണ്ടാക്കിയ ഡാമേജ് അവർക്ക് ഇനി പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അൻവർ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക LDFിന് മുന്നേറ്റം ഉണ്ടാക്കിയ പഞ്ചായത്തുകളിൽ അൻവർ തന്നെ LDFിനും സ്പോയിലർ എഫക്റ്റ് ആവുമോ എന്ന ക്വസ്റ്റ്യൻ ഇനി ബാക്കി നിൽക്കുന്നു. ഇനിയുള്ള റൗണ്ടുകൾ തീർച്ചയായും സസ്പെൻസിൻ്റെതാണ്. ഇനിയുള്ള റൗണ്ടുകളിലേക്ക് കാത്തിരിക്കുന്നു. ഇതുവരെ 4235 വോട്ടിന്റെ ലീഡാണ് ആര്യടൻ ഷൗക്കത്തിന് ലഭിച്ചിട്ടുള്ളത്. ശരി, 6-7 റൗണ്ടുകൾ ഉണ്ടത് എടക്കരയാണ്. എടക്കര പിടിതരാത്ത മണ്ഡലമായിരിക്കുമോ അല്ലെങ്കിൽ മേഖലയായിരിക്കുമോ അസ്ലമേ? നിഷാദ്, എടക്കര 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് UDF കണക്ക് കൂട്ടിയത്. കാരണം അവിടെ LDFിനും ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ്. PV എന്നൊരു വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ 1000 വോട്ട് മാത്രമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നിലവിൽ നമ്മൾ കണക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ളൊരു റിസൾട്ട് വരുന്നതായിട്ടാണ് സാധ്യതയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ 6ഉം 7ഉം കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ വ്യക്തത വരികയുള്ളൂ. എന്നാൽ പോലും എടക്കരയുടെ പകുതി ബൂത്തുകൾ എണ്ണുന്ന ഈ 6ാമത്തെ ബൂത്തിൽ അവർക്ക് സാമാന്യമായ ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന സൂചനകൾ നൽകുന്നത്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഈ വഴിക്കടവിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. എടക്കര എന്ന് പറയുന്നത് 1000 വോട്ട് മാത്രം അവർ ലീഡ് പ്രതീക്ഷിച്ച സ്ഥലമാണ്. എന്തായാലും അതിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം 6ാമത്തെ റൗണ്ടിന്റെ പൂർണ്ണമായ കണക്ക് കിട്ടും. ശരി, എന്തായാലും 5 റൗണ്ടുകൾ പിന്നിടുമ്പോഴും 5 റൗണ്ടിലും UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന കാര്യം പ്രത്യേകം പറയണം. LDFിന് എവിടെയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അൻവർ ചില ശ്രദ്ധേയമായ കണക്കുകൾ കാണിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ 5 റൗണ്ടിലും UDFിന്റെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മുന്നേറ്റം കാണാം. പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് തന്നെയാണ് എഡ്ജ്. അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. 4235 വോട്ടിന്റെ ലീഡാണ്. അതായത് 1300 വോട്ടുകളോളം കുറവാണ് UDF പ്രതീക്ഷിച്ചതിനേക്കാളും ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ളത് ഇപ്പോൾ എടക്കരയിലെ ഏതാണ്ട് 12-13 വാർഡുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. റൗണ്ട് 6-ആം റൗണ്ടിൽ 13 വാർഡുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. അടുത്ത റൗണ്ട് 7 എടക്കരയിലെ 85 മുതൽ 97 വരെയുള്ള വാർഡുകളാണ്. അവിടെ അതുകൂടി എണ്ണിക്കഴിയുമ്പോൾ 6500 വോട്ടിന്റെ ലീഡ്. അതായത് എടക്കര പഞ്ചായത്തിൽ മൊത്തം എടക്കര പഞ്ചായത്തിലും അതുപോലെ പോത്തുകലിന്റെ ഒരു വാർഡും എണ്ണിക്കഴിയുമ്പോൾ എടക്കര പഞ്ചായത്തിന്റെ മൊത്തം വാർഡുകൾ എണ്ണിക്കഴിയുമ്പോൾ 1000 വോട്ടിൽ ലീഡേ യഥാർത്ഥത്തിൽ UDF പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് 6ാമത്തെ റൗണ്ട് പൂർത്തിയായപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 3986 വോട്ട് നേടിയിരിക്കുന്നു. സ്വരാജ് 3125 വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 800 വോട്ടിന്റെ വ്യത്യാസമാണ് 6ാമത്തെ റൗണ്ടിൽ ഇരു സ്ഥാനാർത്ഥികളും ഭേദപ്പെട്ട പ്രകടനമാണ് 6ാം റൗണ്ടിൽ UDF ഭേദപ്പെട്ട. കാരണം അവിടെ 2 റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോൾ ഈ പറയുന്ന എടക്കര പഞ്ചായത്തിൽ 1000 വോട്ടിന് ലീഡ് UDF പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു റൗണ്ട് 6ാം റൗണ്ട് മാത്രം എണ്ണിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് 800 വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. അതായത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് ഈ എടക്കര പഞ്ചായത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വഴിക്കടവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ്, അൻവർ ഉണ്ടാക്കിയ ഡാമേജ് എടക്കരയിൽ പരിഹരിക്കാൻ കഴിയുമോ? വഴിക്കടവിലെ ഡാമേജ് എടക്കരയിൽ UDFിന് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. 4751 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. സേഫ് സൈൻ ലാബിനെ കൂടി വേണം എടക്കരയിൽ പ്രതീക്ഷിച്ച ലീഡ് ഉണ്ടാക്കാൻ, നേട്ടം ഉണ്ടാക്കാൻ LDFിന് കഴിഞ്ഞുവെന്ന് തോന്നുന്നില്ല. കാരണം ആദ്യത്തെ 2 റൗണ്ടുകളാണ്, 6-7 റൗണ്ടുകൾ എടക്കരയിലാണ്. അതിൽ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 6 പൂർത്തിയാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തന്നെ 800-ിലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നതാണ് കാണുന്ന കാഴ്ച. അപ്പൊ അവിടെ ഒരു വിറപ്പിക്കലിന് LDFിന് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയും കിടക്കാണ്. 7ാമത്തെ റൗണ്ടും എടക്കര പഞ്ചായത്താണ്. ഇങ്ങനെ നോക്കിയാൽ 1000 ആകെ. നേരത്തെ അസ്ലം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എടക്കര പഞ്ചായത്തിൽ ആകെ പ്രതീക്ഷിക്കുന്നത് 1000 വോട്ടിന് ലീഡാണ്. അതിൽ കൂടുതലേക്ക് പോവുകയും അതിൽ കൂടുതലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സേഫ് സൈൻ ലാബിൻ സേഫ് എടക്കര പഞ്ചായത്തിൽ വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല സ്വരാജിന് LDFിന്. നിഷാദ്, വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടായിരുന്നു. ഒരു ഈക്വൽ ടു ഈക്വൽ നിൽക്കും എന്നൊരു കണക്കുകൂട്ടലാണ് ഉണ്ടായിരുന്നത്. അവരിപ്പോഴും പറയുന്നത് ഈ റൗണ്ടുകൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റൗണ്ടുകളിൽ കാര്യമായ നമ്മൾ വിചാരിച്ച വോട്ടിനേക്കാൾ ഏതാണ്ട് ഒരു 700 വോട്ടിന്റെ അധികം മാത്രമാണ് UDFിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ റൗണ്ടുകളെ കണക്കാക്കേണ്ട. 10ാമത്തെ റൗണ്ട് കഴിഞ്ഞ് 11ാമത്തെ റൗണ്ടിലേക്ക് കയറുമ്പോൾ മുതൽ LDFിന് ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതാണ് ഇവരുടെ കണക്കനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു 9ാമത്തെ റൗണ്ട് കഴിഞ്ഞ് ചുങ്കത്തറ കഴിഞ്ഞ് നിലമ്പൂർ നഗരസഭയിലേക്ക് വരുന്നത് 12ാമത്തെ റൗണ്ട്
റൗണ്ടിലാണ്. ആ 12ാമത്തെ റൗണ്ട് തൊട്ട് നിലമ്പൂര്, കരുളായി, അമരമ്പലം ഈ ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഈ പഞ്ചായത്തുകളിലാണ്. അതിനൊപ്പം തന്നെ പോത്തുകൾ കഴിഞ്ഞാണ് ചുങ്കത്തറ ഉള്ളത്. ഇത് കഴിയുമ്പോഴേക്കും ഏതാണ്ട് 10ാമത്തെ റൗണ്ട് 11ാമത്തെ റൗണ്ട് അവസാനം കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ലീഡ് നില മറിയും. ഇപ്പോൾ LDF നേരത്തെ കണക്ക് കൂട്ടിയതിൽ നിന്ന് ഏതാണ്ട് ഒരു 700-750 വോട്ടിന്റെ അധികം മാത്രമേ ഉള്ളൂ. അതൊരു ടെൻഷനായി കണക്കാക്കേണ്ടതില്ല എന്നാണ് ഇടത് ക്യാമ്പ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ശരി.